ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം മൈമി സ്റ്റോറീസ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈജു നമ്പർ 8 സീസൺ 2 3 എപ്പിസോഡ്സ് ആണ്. ഒരു വീഡിയോയില് 3 എപ്പിസോഡ്സ് എക്സ്പ്ലനേഷൻ ചെയ്യാൻ കാരണം ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇട്ടപ്പോ പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്കിത് ഇഷ്ടപ്പെട്ട ആനിമ ആയതുകൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന എപ്പിസോഡ്സ് വരെ വളരെ പെട്ടെന്ന് ചുരുക്കി നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2, 3, 4 എപ്പിസോഡ്സ് ഇതിൽ കാണാട്ടോ. അങ്ങനെ എപ്പിസോഡ് 2 തുടങ്ങുന്നത് തന്നെ വലിയൊരു എർത്ത് ക്വേക്ക് മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവിടെ ഒരു പാതാളം പോലത്തെ കുഴി ഉണ്ടാവുകയാണ്. എല്ലാരും വന്നിട്ട് ആ കുഴിയിലേക്ക് നോക്കുമ്പോഴത്തേനും 8 കാലി പോലത്തെ കൈജുക്കളായിരിക്കും മൊത്തം അവിടെ. അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് ഡിഫൻസ് ഫോഴ്സിലെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ അവിടെ കൈജു വന്നു എന്നുള്ള അറിയിപ്പ് വരുവാണ്. എല്ലാവരും റെഡിയായി കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അവിടെ 2 കുട്ടികള് ഈ കൈജുവിന്റെ മുമ്പിൽ ലോക്ക് ആവുകയാണ്. അപ്പൊ ഇവര് പ്രാർത്ഥിക്കുവാണ്, വേഗം നരുമി വരണെന്ന്. പെട്ടെന്ന് അവിടേക്ക് ഹീറോ പോലെ നരുമി വന്നിട്ട് ആ കൈജുവിനെ കൊല്ലുവാണ്. ആ പിള്ളേരെ അങ്ങനെ സേഫ് ആക്കുവാണ്. അങ്ങനെ ഡിഫൻസ് ഫോഴ്സ് എല്ലാവരും കൂടിയിട്ട് പ്ലാൻ ചെയ്ത് കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുവാണ്. ആ സമയത്ത് ഡിഫൻസ് ഫോഴ്സ് കമാൻഡ് പോസ്റ്റില് എല്ലാവരും വളരെ സെറ്റ് ആയിട്ട് അവരുടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവരുടെ കൂടെ അവിടെ ഡയറക്ടർ ജനറലും ഉണ്ടാവും. അങ്ങനെ അവിടെ ഒരു യൂണിറ്റിലേക്ക് കിക്കൊരു ഷിനോമിയ അവളുടെ വെപ്പണും എടുത്തിട്ട് അങ്ങ് വരുവാണ്. എന്നിട്ട് അവളുടെ മൊത്തം പവറും എടുത്തിട്ട് അവള് ആ കൈജുക്കളും മൊത്തം അങ്ങ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതൊക്കെ കാണുമ്പോഴത്തേനും കൂടെയുള്ള മെമ്പേഴ്സ് ഒക്കെ വായും പൊളിച്ച് നിന്നോണ്ടിരിക്കുവാണ്. അങ്ങനെ കൈജുക്കളെ ഓരോന്നോരോന്നിനെ കൊന്നിട്ട് കൺട്രോളിലായി കൊണ്ടുവരുവാണ്. പക്ഷെ അപ്പോഴും ജെന്നിന് എന്തോ ഒരു ആപത്ത് ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് അവന് തോന്നുന്നത്. അങ്ങനെ പെട്ടെന്ന് കഫ്ക നിൽക്കുന്ന യൂണിറ്റിലേക്ക് നിറയെ കൈജുക്കൾ വന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ കഫ്ക പോയിട്ട് ഒരു കൈജുവിനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും ആ കൈജു കഫ്കേനെ എടുത്തിട്ട് ഒരൊറ്റ തള്ളുവാണ്. പറന്നുപോയി വീഴുവാണ്. എന്നിട്ട് കഫ്ക കൈജുവായി മാറാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ അതിനെ കൊണ്ട് സാധിക്കുന്നുണ്ടാവില്ല. അതിന് കാരണം അവൻ കൈജുവായി മാറിയതിനു ശേഷം ആരെങ്കിലും ഉപദ്രവിക്കുകയോ ഏതെങ്കിലും സാധാരണ മനുഷ്യനെ കൊല്ലുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും. പെട്ടെന്ന് കഫ്കയുടെ മുമ്പിലേക്ക് ഒരു കൈജു വരുവാണ്. അതിന്റെ തലേന്ന് ഒരു സാധനം പോലെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നത് നോക്കുമ്പോഴത്തേനും അത് കൈജു നമ്പർ 9 ആയിരിക്കും. അങ്ങനെ പവർഫുൾ ആയ കൈജു 9 കാണുമ്പോഴത്തേനും എല്ലാവരും പേടിക്കുവാണ്. അങ്ങനെ പിന്നെയും കഫ്ക കൈജുവായി മാറാൻ ശ്രമിക്കുമ്പോഴേക്കും പിന്നെയും അത് ഫെയിൽ ആവുകയാണ്. പെട്ടെന്ന് ജെൻ അരുമീന്റെ മുമ്പിലും ഒരു കൈജു പ്രത്യക്ഷപ്പെടുവാണ്. അതും കൈജു നമ്പർ 9 ആയിരിക്കും. അങ്ങനെ ഇവർ കൊന്ന കൈജുക്കളും മൊത്തം വേറൊരു കളറുമായി റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ കൈജു നമ്പർ 9 നമ്മുടെ കഫ്കേനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവനെ കൊണ്ട് ആ ഉള്ളിലുള്ള ഗിൽട്ട് കാരണം കൈജുവായി മാറാൻ കഴിയുന്നേ ഉണ്ടാവില്ല. പെട്ടെന്ന് അവിടേക്ക് കിക്കരു ഷിനോമിയ വന്നിട്ട് അതിനെ 2ആയി പിളർക്കുവാണ്. അങ്ങനെ ജെൻ നരുമീന്റെ അടുത്ത് നിൽക്കുന്ന കൈജുവിനെ ജെന്നും നല്ല രീതിയിൽ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഡയറക്ടർ ജനറൽ ഇവരെയൊക്കെ കണ്ടിട്ട് അടുത്ത ജനറേഷൻ എന്തായാലും അടിപൊളിയാണ്. അങ്ങനെ എപ്പിസോഡ് 2 ഇവിടെ തീരുവാണ്. എപ്പിസോഡ് 3ന്റെ തുടക്കത്തിൽ തന്നെ 2ആയി പിളർന്ന കൈജു തിരിച്ച് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ നിറയെ ടെൻഡക്കിൾസ് വെച്ചിട്ട് കിക്കരു ഷിനോമിയെയും കഫ്ക ഹിബിനോയെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ കഫ്കയുടെ നേരെ നിറയെ ബുള്ളറ്റ് ഷോട്ട്സ് കിട്ടുവാണ്. കിക്കരു ഷിനോമി ഇങ്ങനെ മനസ്സില് എനിക്ക് ഇവരെ എന്തായാലും പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവള് പിൻവാങ്ങാണ്ട് നിൽക്കുവാണ്. പെട്ടെന്ന് അവളുടെ ചെറുപ്പകാലം കാണിക്കുവാണ്. അപ്പൊ ഷിനോമിയുടെ ചെറുപ്പത്തിൽ ഷിനോമിയുടെ അമ്മ ഡിഫൻസ് ഫോഴ്സിലെ ക്യാപ്റ്റൻ ആയിരിക്കും. വലിയൊരു കൈജുവിനെ കൊന്നിട്ട് ടിവിയിൽ ഇങ്ങനെ ന്യൂസ് വന്നോണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ഷിനോമിയുടെ അമ്മ വീട്ടിലോട്ട് വന്നിട്ട് അവളുമായി കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഷിനോമിയ അവളുടെ അമ്മയുടെ കയ്യില് മുറിവ് കാണുന്നു. ആ മുറിവ് കണ്ടപാടെ ഷിനോമിയക്ക് സങ്കടാവുകയാണ്. എന്നിട്ട് ഷിനോമിയ അമ്മയോട് പറയാണ്, ഞാൻ എന്ത് വില കൊടുത്തും ഡിഫൻസ് ഫോഴ്സിൽ ചേരും, എന്നിട്ട് ഞാൻ അമ്മേനെ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ അവര് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും ജീവിച്ചു പോകുന്നുണ്ടാവുക. അങ്ങനെ ഒരു ദിവസം കൈജു നമ്പർ 6നെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ അവളുടെ അമ്മ മരിച്ചു പോവുകയാണ്. അങ്ങനെ ഷിനോമിയക്കും ഷിനോമിയയുടെ അച്ഛൻ ഡയറക്ടർ ജനറലിനും വളരെ സങ്കടാവുകയാണ്. അങ്ങനെ ആ സമയത്ത് ഷിനോമിയ വളരെ കരങ്ങിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പെട്ടെന്ന് അവള് അവളുടെ അച്ഛനെ നോക്കുമ്പോ അച്ഛന്റെ മുഖത്ത് കണ്ണുനീരില്ല, പകരം ദേഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഷിനോമിയെ കണ്ണു തുടച്ചിട്ട് ഞാൻ എങ്ങനെയും സ്ട്രോങ് ആയിട്ട് ഈ കൈജുക്കളും മൊത്തം കൊല്ലും എന്നവള് പ്രതിജ്ഞ എടുക്കുവാണ്. അങ്ങനെ ഇപ്പൊ നടക്കുന്ന സംഭവം കാണിക്കുവാണ്. ഷിനോമിയെ വളരെ നന്നായിട്ട് തന്നെ ആ കൈജുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ ആ കൈജുവിനെ പീസ് ആക്കുകയാണ് ഷിനോമിയ. തിരിച്ചും കഫ്ക കൈജുവായി മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും അവന്റെ മനസ്സിലെ ആവലാതികൾ കാരണം അവൻ പിന്നെയും കൈജു ആകാതിരിക്കുവാണ്. അങ്ങനെ അപ്പുറത്തെ സൈഡില് ജെന്ന് നന്നായിട്ട് തന്നെ ആ കൈജുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവന്റെ വെപ്പൺ ഒരു ഗണ്ണ് പോലെയൊക്കെ ആക്കിയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ആ കൈജു നിറയെ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ട് നരുമീനെ അറ്റാക്ക് ചെയ്യുവാണ്. പക്ഷെ വളരെ സൂപ്പർ ആയിട്ട് നരുമി ആ അറ്റാക്കിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. പെട്ടെന്ന് ജെൻ നരുമി അവൻ
അവന്റെ കണ്ണിലെ കൃഷ്ണമണി ക്രോസ് രൂപത്തിലേക്ക് മാറ്റുവാണ്. അതിലൊരു പവർ ഉണ്ട് ജെന്നിന്. അവൻ ആ കൃഷ്ണമണി ക്രോസ് ആക്കിയതിനു ശേഷം കൈജുവിന്റെ ഇന്നർ പാർട്ട് മൊത്തം നന്നായി തന്നെ ജെന്നിന് കാണാൻ പറ്റും. ജെന്നിനുള്ള പവർ അത് കൈജു നമ്പർ 1ന്റെ അടുത്തുനിന്ന് എടുത്തിരിക്കുന്ന പവർ ആയിരിക്കും. അങ്ങനെ ജെന്ന് ആ കൈജുവിനെ ന്യൂട്രലൈസ് ചെയ്യുവാണ്. എന്നിട്ട് കഫ്കേന്റെ അടുത്ത് നിൽക്കുന്ന കൈജു കഫ്കേനെ മൊത്തം ഷൂട്ട് ചെയ്ത് കഫ്ക രക്തത്തിൽ അങ്ങോട്ട് കുളിക്കുവാണ്. അങ്ങനെ ഷിനോമിയെ കൈജു നമ്പർ 9നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ കഫ്കയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എങ്ങനെയെങ്കിലും ഷിനോമിയനെ രക്ഷിച്ചേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ ശക്തിയും മനസ്സിൽ സംഭരിച്ച് അവൻ കൈജുവായി മാറുവാണ്. എന്നിട്ട് കഫ്ക കൈജുവായി മാറിയതിനു ശേഷം കൈജു നമ്പർ 9 കഫ്കേനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് വലിയ ടെന്റിക്കിൾസില് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഷോട്ട്സ് അടിക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേനും കഫ്ക ഈസി ആയിട്ട് പോയിട്ട് ആ 8 പോലത്തെ കൈജുവിന്റെ കോർ എടുത്ത് കൈ കൊണ്ട് ഒരൊറ്റ അമുത്തുവാണ്. അങ്ങനെ കഫ്ക തന്റെ എല്ലാ പവറും എടുത്തിട്ട് ആ കൈജുവിന് നേരെ അറ്റാക്കിന് പോവാണ്. എന്നിട്ട് അവന്റെ കൊങ്ങയിൽ കയറി പിടിച്ചിട്ട് അമത്തിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവിടെ മൊത്തം കൈജുവിന്റെ ബ്ലഡ് മഴ പെയ്തോണ്ടിരിക്കുവാണ്. അത് കണ്ട് എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുവാണ്. അങ്ങനെ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കഫ്ക കൈജുവായി മാറിയതിനു ശേഷം കൈജു നമ്പർ 9നെ ഇല്ലാതാക്കിയപ്പോ എല്ലാവരും സന്തോഷിക്കുവാണ്. അങ്ങനെ അവിടെ റീജനറേറ്റ് ആയ മറ്റ് കൈജുക്കളെ എല്ലാവരും ചേർന്ന് കൊന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഡയറക്ടർ ഇവര് 3 പേരെ അഭിനന്ദിക്കുകയാണ്. ആ സമയവും ജെന്നിന് എന്തോ ശരിയായിട്ട് തോന്നുന്നില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ശരിക്കും കൈജു നമ്പർ 8നെ കൊല്ലാൻ തന്നെയാണോ അവൻ വന്നത്, അതോ അവന് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? കൈജു വന്നതിന്റെ അലാറം അടിക്കുവാണ്. പെട്ടെന്ന് കഫ്ക അടിച്ചിട്ട് കൈജുന്ന് ഒരു ശബ്ദം വരുവാണ്, എന്നെ കൊണ്ട് നിന്നെ കൊല്ലാൻ സാധിച്ചില്ല, പക്ഷെ എനിക്ക് വേറൊരു ലക്ഷ്യം കൂടെയുണ്ട്, എനിക്ക് ആ കൈജുവിന്റെ പവർ എടുക്കണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് വാനിഷ് ആവുകയാണ്. പെട്ടെന്ന് ജനനൊരു അപ്ഡേറ്റ് വരുവാണ്, കൈജു നമ്പർ 9ന്റെ ശരിക്കുള്ള ബോഡി അതല്ല. പെട്ടെന്ന് ഡയറക്ടർ ഇരിക്കുന്ന കമാൻഡ് പോസ്റ്റിലേക്ക് കൈജു നമ്പർ 9 വരുവാണ്. അതിനെ കണ്ടപാടെ ജനറൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുവാണ്. അങ്ങനെ ആ കൈജു ഞാൻ കണ്ടുപിടിച്ചു, കൈജു നമ്പർ 2ന്റെ വെപ്പൺ നീയാണല്ലേ യൂസ് ചെയ്യുന്നേ. അങ്ങനെ ആ കൈജു അവിടെ വന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേനും ജെന്നും കഫ്കയും കിക്കൊരു ഷിനോമിയും അങ്ങോട്ടേക്ക് ഓടുവാണ്. പെട്ടെന്ന് ഡയറക്ടർ അവിടെയുള്ള എല്ലാവരുടെ അടുത്തും അവിടെ നിന്ന് പോവാൻ വേണ്ടി പറയുവാണ്. അങ്ങനെ അവരെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും കൈജു പെട്ടെന്ന് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. അവിടെ പെട്ടെന്ന് ഒരു ബ്ലാസ്റ്റ് സംഭവിക്കുവാണ്. അപ്പൊ ആ അറ്റാക്കിന്ന് ഡയറക്ടർ അവരെല്ലാവരും രക്ഷിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഡയറക്ടർ അവരോട് ഇവിടെ ഉള്ളവരെയൊക്കെ സേഫ് ആയിട്ട് വെളിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഡയറക്ടർ അയാളുടെ കൈജു വെപ്പൺ എടുത്തിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ്. അങ്ങനെ ഡയറക്ടറും കൈജു ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുവാണ്. ആദ്യത്തെ ഫൈറ്റിൽ തന്നെ ഡയറക്ടറിന്റെ കൈ മുഴുവൻ ഒടിഞ്ഞു പോവാണ്. വീണ് കിടക്കുന്ന ഡയറക്ടറിനെ പിന്നെ ആ കൈജു കുത്താൻ വരുമ്പോഴത്തേനും പിന്നെയും ഡയറക്ടർ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. ഡയറക്ടർ അവന്റെ ഭാര്യനെയും കൊച്ചിനെയും ഓർക്കുവാണ്. അങ്ങനെ ആ കമാൻഡ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുവാണ്. അപ്പൊ അയാളോടും ഡയറക്ടർ പോവാൻ പറയുമ്പോഴത്തേനും ഇല്ല, നിങ്ങൾ എന്റെ ഹീറോയാണ്, ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുവാണ്. അങ്ങനെ ഡയറക്ടർ മൊത്തം പവറും കയറ്റിയിട്ട് ആ കൈജുവിനെ അങ്ങ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷെ ഒരു രക്ഷ ഉണ്ടാവില്ല. ആ കൈജുവിന്റെ മുമ്പിൽ ഡയറക്ടറിന് പിടിച്ചു നിൽക്കാനേ സാധിക്കുന്നില്ല. എന്നിട്ടും വിട്ടുകൊടുക്കാണ്ട് ഡയറക്ടർ അവരുടെ ഫൈറ്റിംഗ് സ്റ്റൈലായ ബ്രാജ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് എടുക്കുവാണ്. അതിൽ കൈജുവിന് നല്ലൊരു അടി കിട്ടും. അതിൽ കൈജുവിന്റെ തല പോയാലും ഡയറക്ടറിനോട് പിന്നെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. അങ്ങനെ ഡയറക്ടറിന് ഒട്ടും വയ്യാണ്ടാവുകയാണ്. അപ്പൊ ഡയറക്ടറിന്റെ ഒപ്പം കൂടെ നിൽക്കുന്ന ആള് കാറുവാണ്, മതി ഇവിടുന്ന് പോവാം, നിങ്ങളെ കൊണ്ട് എന്തായാലും ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഡയറക്ടർ പിൻവാങ്ങാൻ ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഡയറക്ടർ പിന്നെ അവന്റെ പവർ കയറ്റുവാണ്. അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും ആ കൈജു വന്നും പിന്നെ ഇടിക്കുവാണ്. ആ സമയം ഡയറക്ടറിന് പാസ്റ്റ് ലൈഫ് ഓർമ്മ വരെയാണ്. കിക്കൊരു ഷിനോമിയ ഡിഫൻസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവരത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ കിക്കൊരു ഷിനോമിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് വൈഫ് ഡയറക്ടറിനോട്. അങ്ങനെ അത് ഓർത്തിട്ട് ഡയറക്ടർ പെട്ടെന്ന് പവർ കയറ്റി എന്റെ മകളുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്ന് പറഞ്ഞ ആ കൈജുവിനെ അങ്ങ് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുവാണ്. അങ്ങനെ 2ാമത്തെ ബ്ലാസ്റ്റ് എടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. അപ്പൊ എന്തോ ഒന്ന് അങ്ങോട്ടേക്ക് തെറിച്ച് വീണിട്ടുണ്ടാവും. എല്ലാവരും എന്താ അതെന്ന് പേടിക്കുവാണ്. ആ പൊട്ടിത്തെറി അവിടെ കാണുമ്പോഴത്തേനും കഫ്കയും അവിടെ എന്താ സംഭവിക്കുന്നേ എന്നിങ്ങനെ ആലോചിക്കുവാണ്. എന്നിട്ട് അങ്ങനെ നോക്കുമ്പോ ഡയറക്ടർ അവിടെ നിൽപ്പുണ്ടായിരിക്കും. ആ കൈജു ആണെങ്കിൽ അതിന്റെ മാംസമൊക്കെ അങ്ങ് ഒലിച്ചൊലിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ കൈജു പിന്നെ റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഡയറക്ടറിന് വേറെ വഴി ഉണ്ടാവില്ല, ഇന്നും ഒരു ബ്ലാസ്റ്റും കൂടി. അപ്പത്തേനും ആ കൈജു ഡയറക്ടറിനെ വിഴുങ്ങുവാണ്. അങ്ങനെ അവിടേക്ക് കഫ്കയും ജെന്നും വരുവാണ്. അപ്പൊ ജെന്ന് നോക്കുമ്പോ അവിടെ ഡയറക്ടർ നിൽപ്പുണ്ടായിരിക്കും. അപ്പൊ ഡയറക്ടറിന്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴത്തേനും കഫ്ക പിന്നീന്ന് വിളിക്കുവാണ്, ജെൻ അത് ഡയറക്ടർ അല്ല എന്ന് പറയുമ്പോഴത്തേനും ആ കൈജു പെട്ടെന്ന് ഷൂട്ട് ചെയ്യുവാണ്. പെട്ടെന്ന് അവിടേക്ക് കിക്കൊരു ഷിനോമിയ വന്ന് ആ കൈജുവിനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവാണ്. അങ്ങനെ ആ കൈജു നീ അയാളുടെ മകളല്ലേ എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഡയറക്ടറിന്റെ ഫേസ് കാണിക്കുവാണ്. അങ്ങനെ കിക്കൊരു ഷിനോമിയനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേനും ജെന്ന് വന്ന് അതിന്റെ കാല് വെട്ടുവാണ്. അങ്ങനെ ജെന്ന് പോയി അതിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. പെട്ടെന്ന് ജെന്ന് ഡയറക്ടറിനെ ഓർക്കുവാണ്, ഈ ഡിഫൻസ് ഫോഴ്സിനെയും നാടിനെയും നീ പ്രൊട്ടക്ട് ചെയ്യണം. എന്നിട്ട് ജെന്ന് അവന്റെ കണ്ണ് ക്രോസ് രൂപത്തിലാക്കി ആ കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ കഫ്ക അറ്റാക്ക്
ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ്സ് ഒക്കെ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.